കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ഓച്ചിറ യൂണിറ്റ് അർദ്ധവാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റും ദേശീയ കൗൺസിൽ അംഗവുമായ പി സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ഓച്ചിറ യൂണിറ്റ് അർദ്ധവാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് എൻ ജനാർദ്ദനപിള്ള അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ അനുസ്മരണം നിർവഹിച്ചു. മഹിളാ വിംഗ് പ്രസിഡന്റ് ഉമാദേവി സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റും ദേശീയ കൗൺസിൽ അംഗവുമായ പി സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ മൂന്ന് വിഭാഗങ്ങളാണ് മറ്റുള്ളവർ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഇല്ലേ, CRPF ഇല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, ഇങ്ങനെ ഒരുപാട് ഫോഴ്സുകൾ ഉണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ നമ്മളുടെ ഈ മൂന്ന് സേനകളെയാണ് വിമുക്ത സൈനികർ അല്ലെങ്കിൽ എക്സ് സർവീസുകാരെന്നുള്ള ആ ഗണത്തിലേക്ക് പെടുത്തുന്നത്. അവരെന്തുകൊണ്ടാണ് BSFനോടും അല്ലെങ്കിൽ CRPFനോടും ഇതിനെയൊക്കെ ഈക്വലായിട്ട് എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചതിന് ഉത്തരം, ഭാരതത്തിന്റെ സൈനികർ യുവത്വം ഉണ്ടായിരിക്കണം. ആ യുവത്വത്തിനെ നിലനിർത്താനായിട്ട് ഒരു ലിമിറ്റഡ് ഏജ് അല്ലെങ്കിൽ സർവീസ്, മിനിമം സർവീസ് നേരത്തെ 15 വർഷമായിരുന്നു. 15 വർഷത്തിന് ശേഷം ചില വിഭാഗങ്ങൾ പിരിഞ്ഞു പോരേണ്ടി വരും. കാരണം അതിന് പ്രൊമോഷൻ ഇല്ല, മറ്റു പല പ്രശ്നങ്ങൾ കാരണം അവരെ പിരിച്ചുവിടപ്പെട്ടു. അതിൻ്റെ സർവീസ് പെൻഷനേഴ്സായിട്ട് അവർ വരുമ്പോൾ BSF ആയാലും CRPF ആയാലും മറ്റുള്ള പോലീസ് സേനകൾ 60 വയസ്സ് വരെ അവർക്ക് സർവീസ് ചെയ്യാനുള്ള അതോറിറ്റി. അപ്പോൾ നമ്മുടെ പെൻഷൻ നമുക്ക് തരുന്നുണ്ട്, പക്ഷെ മറ്റുള്ളവരുടെ പെൻഷൻ അവർക്ക് ആ സർവീസിൻ്റെ ഗണത്തിൽ പെടുത്തിക്കൊണ്ടായതുകൊണ്ടാണ് ഈ മൂന്ന് സേനാ വിഭാഗത്തെ നമ്മുടെ എക്സ് സർവീസുകാരായിട്ട് കണക്കുന്നത്. ഇപ്പോൾ എക്സ് സർവീസുകാരുടെ പെൻഷൻ സംബന്ധമായ കാര്യങ്ങൾ, നമ്മുടെ മറ്റാനുകൂല്യങ്ങൾ, ഇതൊക്കെ സംരക്ഷിക്കപ്പെടണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സംഘടിച്ചത്. യഥാർത്ഥത്തിൽ ഒരുപാട് ത്യാഗങ്ങൾക്കൂടെയും നിങ്ങളുടെ എല്ലാ സഹകരണങ്ങൾക്കൂടെയും ഒരുപാട് ആൾക്കാർ ഇതിനുവേണ്ടി ഇറങ്ങി നടന്ന് പ്രവർത്തിച്ചതിൻ്റെ പേരിലാണ് നമ്മുടെ സംഘടന ഈ നിലയിൽ എത്തിച്ചേരുന്നത്. ഓച്ചിറ യൂണിറ്റിൽ 2017, 18, 19 കാലങ്ങളിലൊക്കെ നടന്നു പോയിരുന്നു. ഇടയ്ക്ക് നമുക്ക് ഒരു വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത്. എന്നിട്ടും നമ്മൾ അതിനെ അതിജീവിച്ച് മുമ്പോട്ട് വരികയാണ്. മഹിളാ വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തുളസി ശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനാ പ്രവർത്തന വിശദീകരണം കേണൽ ശശികുമാർ നിർവഹിച്ചു. പ്രവർത്തന റിപ്പോർട്ട് സെക്രട്ടറി തുളസീധരൻ പിള്ള അവതരിപ്പിച്ചു. മഹിളാ വിംഗ് പ്രവർത്തന റിപ്പോർട്ട് സെക്രട്ടറി ശ്രീദേവി അവതരിപ്പിച്ചു. വരവ് ചെലവ് കണക്ക് രാജേന്ദ്രൻ പിള്ള അവതരിപ്പിച്ചു. സംസ്ഥാന മന്ദിര ഫണ്ട് കൈമാറ്റവും സംഘടിപ്പിച്ചു. ഉമാദേവി തുക കൈമാറി. സിന്ധു അജയകുമാർ, ജോയിന്റ് സെക്രട്ടറി എൻ ശ്രീകുമാർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. സമ്മേളനത്തിന് മുന്നോടിയായി അമർ ജവാൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു. CDNet ന്യൂസ് ഓച്ചിറ.